ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ബ്ലീച്ച് എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി TV സീരീസിൻ്റെ സീസൺ 3 രണ്ടാമത്തെ എപ്പിസോഡും അല്ലാത്ത എപ്പിസോഡ് നമ്പർ കൗണ്ട് 43 സോ ഈ വീഡിയോട്ട് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണ് നിങ്ങൾക്ക് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, അതുപോലെ വീഡിയോക്ക് ലൈക്ക് തന്നേക്കുക. സോ അപ്പോൾ നമുക്ക് നേരെ ബ്ലീച്ചിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. എപ്പിസോഡ് തുടക്കത്തിനെ കാണിക്കുന്നത് നമ്മുടെ ഒറിഹിമയാണെങ്കിൽ തൻ്റെ ഷുൻഷുൻ റിക്കയ്ക്കകത്തിൽ ഒരു ഷുൻഷുൻ റിക്കയ്ക്ക് ചെറിയ മുറിവുകൾ പറ്റിയിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഹീലിംഗ് ഷുൻഷുൻ റിക്കേനെ യൂസ് ചെയ്തിട്ട് ആ ഷുൻഷുൻ റിക്കേനെ ഹീൽ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഒറിഹിമി. സോ ഇത് കണ്ടുകൊണ്ട് നമ്മുടെ ഒറിഹിമയാണെങ്കിൽ വളരെയധികം നല്ല രീതിയിൽ തന്നെ വിഷമിച്ചിരിക്കുകയാണ്. സോ ഇത് കണ്ടുകൊണ്ടിരുന്ന നമ്മുടെ ഇഷതയും അതുപോലെ തന്നെ ബാക്കിയുള്ള ഷുൻ റിക്കേസൊക്കെ നമ്മുടെ ഒറിഹിമിനോട് പറയുകയാണ് ഇവന് കുഴപ്പമൊന്നുമില്ല, ഇവനെ ശരിയാക്കാൻ എടുക്കാനുള്ളതേ ഉള്ളെന്ന്. ഈ സമയത്ത് നമ്മുടെ ഒറിഹിമിയും അതുപോലെ തന്നെ ഇഷിതയും കൂടെ വെളിയിലേക്ക് പോവുകയാണ്. പെട്ടെന്ന് തന്നെ കള്ളൊക്കെ കുടിച്ച ഒരു സോൾ റിപ്പർ അങ്ങോട്ട് വരുന്നു. ഉടുപ്പ കയറി പിടിച്ചിട്ട് ചോദിക്കുകയാണ്, നീ ആരാടി? പിന്നെ അത് മാത്രമല്ല നിന്റെ സമ്പത്തു എന്ത് ചെയ്തു? ഇത് കേട്ടുടനെ തന്നെ അവർക്ക് രണ്ടുപേർക്കും ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ വളരെയധികം ദേഷ്യത്തിലാണ്. തന്നെ കുറച്ച് സോൾ റിപ്പേഴ്സ് വന്നിട്ട് ഈ കള്ളു കുടിച്ച് ബഹളം ഉണ്ടാക്കി ആ സോൾ റിപ്പറിന്റെ തലയ്ക്ക് ഒരു വടി വെച്ച് കൊടുക്കുകയാണ്. അങ്ങേരുടെ ബോധം അന്നേരം തന്നെ പോകുന്നുണ്ട്. ഇങ്ങനെ എല്ലാ ദിവസവും ഇവിടെ വന്ന് വഴക്കുണ്ടാക്കുമെന്ന് ആ സോൾ റിപ്പേഴ്സ് ഒറിഹിമിയോട് പറയുന്നു. അവർക്ക് രണ്ടുപേർക്കും കുറച്ചെങ്കിലും സമാധാനം വരുന്നത്. പെട്ടെന്ന് തന്നെ നമ്മുടെ ഈശ്വരനൊന്ന് ചിന്തിച്ചു നോക്കുന്നു, ഇവരെന്തുകൊണ്ടായിരിക്കും ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്? ഇതിലെന്തോ ഒരു പ്രശ്നമില്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇഷിത ഒറിഹിമിന്ന് വിളിച്ചുകൊണ്ട് നമ്മുടെ ഒറിഹിമിയുടെ അടുത്തേക്ക് ഓടി വരികയാണ്. നമ്മുടെ ഇഷിത പെട്ടെന്ന് തന്നെ അവിടെ ഒരു വലിയ പൊട്ടിത്തെറി തന്നെ ഉണ്ടാകുന്നു. സോ അവിടെ നിന്നിരുന്ന എല്ലാ സോളർ ബസ് പൊട്ടിത്തെറിക്കുന്നു. ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് വേറെ ആരുമല്ല, നമ്മുടെ ക്യാപ്റ്റൻ മയൂരി ആയിരുന്നു. കുറെ നേരമായിട്ട് ക്യാപ്റ്റൻ മയൂരി ആണെങ്കിൽ ഒറിഹിമിയുടെയും അതുപോലെ ഇഷിതയുടെ പുറകിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. സോ ഈ കാര്യം ചെയ്യാൻ വേണ്ടിയാണ് അങ്ങേര് ഇത്ര നേരം അവരുടെ പുറകെ നടന്നതെന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാം. എന്നാൽ അങ്ങേര് നോക്കുന്ന സമയത്ത് നമ്മുടെ ഒറിഹിമിക്കും അതുപോലെ തന്നെ ഈശ്വരയ്ക്ക് ഒരു കുഴപ്പമില്ല. കാരണം ആ അറ്റാക്ക് വരുന്ന സമയത്ത് തന്നെ നമ്മുടെ ഒറിഹിമയാണെങ്കിൽ അവളുടെ ഷീറ്റ് ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് അത് തടഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കള്ളുപിടിച്ച് പ്രശ്നം ഉണ്ടാക്കിയ സോൾ റിപ്പേഴ്സിനെ അവർ രക്ഷിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ടും ഒരുപാടത്തേക്ക് സോൾ റിപ്പേഴ്സ് മരിച്ചത് കണ്ടുകൊണ്ടും നമ്മുടെ ഒറിഹിമയ്ക്ക് ഒരുപാടത്തേക്ക് വിഷമം വന്ന് അവിടെ കിടന്ന് കരയുകയാണ്. സോ ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന നമ്മുടെ ഇഷിതയാണെങ്കിൽ ക്യാപ്റ്റൻ മയോരിയോട് ചോദിക്കുന്നു, നീ ഒരു സ്ക്വാഡ് ക്യാപ്റ്റൻ അല്ലേ, എന്നിട്ട് നീ നിന്റെ സ്ക്വാഡ് മെമ്പേഴ്സിനെ ഒരു വേസ്റ്റിനെ പോലാണ് യൂസ് ചെയ്യുന്നത്. സോ ഇത് കേട്ട നമ്മുടെ ക്യാപ്റ്റൻ മയൂരി പറയുകയാണ്, അവർ വെറും എൻ്റെ ടെസ്റ്റ് സബ്ജക്റ്റ് മാത്രമാണ്. ഞാൻ എന്തിനു വേണ്ടിയാണ് വെറുതെ സമയം കളഞ്ഞിട്ട് അതുപോലത്തെ പൊട്ടന്മാരെയൊക്കെ രക്ഷിക്കുന്നത്? സോ ഇത് കേട്ട് ഇഷിതയാണെങ്കിൽ അവൻ്റെ ടെക്നിക്കായിട്ടുള്ള അമ്പം വില്ലും അവിടെ വെച്ച് തന്നെ എടുക്കുകയാണ്. അതിനു മുമ്പ് അവനെ അറ്റാക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഒറിഹിമിനോട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി പറയുന്നു. എന്നാൽ ഒറിഹിമി കേൾക്കുന്നില്ല. എന്നാൽ ആ കള്ളുടിയനായിട്ടുള്ള സോൾ റിപ്പർ ഒറിഹിമിനെ പൊക്കിയെടുത്തുകൊണ്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. സോ നമ്മുടെ ഇഷിതയാണെങ്കിൽ ഇപ്പം ഇവനെ വെടിവെക്കൂടാന്ന് പറഞ്ഞ് നോക്കിയിരിക്കുകയാണ്. ആ ബോയ് ആൻഡ് ആരോ കണ്ടിട്ട് നമ്മുടെ മയൂരിക്ക് മനസ്സിലാവുകയാണ് ഇവനൊരു ക്വിൻസിയാണ് എന്നുള്ള ഒരു കാര്യം. നീ ക്വിൻസിയാണല്ലേ? എനിക്ക് നിന്റെ നേരെ ഒരു കാര്യവും പരീക്ഷിക്കാനില്ല. കാരണം ഞാൻ ഓൾറെഡി തന്നെ ഒരു ക്വിൻസിയെ പരീക്ഷിച്ചിട്ടുണ്ട്, അത് വലിയ ഗുണമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മയൂരിയാണെങ്കിൽ ഒരു ഡിസ്ട്രാക്ഷനൊക്കെ യൂസ് ചെയ്തിട്ട് അവൻ്റെ റോബോട്ടിക് കൈ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഒറിഹിമിനെ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്നാൽ നമ്മുടെ ഇഷിതയാണെങ്കിൽ അവൻ്റെ ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് നമ്മുടെ മയൂരിൻ്റെ റോബോട്ട് ഹാൻഡ് അങ്ങ് തകർക്കുകയാണ്. എന്നാൽ ഒരു ഇഞ്ചക്ഷൻ യൂസ് ചെയ്തിട്ട് അവൻ്റെ കൈ അവൻ തന്നെ തിരിച്ചു കൊണ്ടിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഒറിഹിമിനെ എടുത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന കള്ളുകുടിയനായിട്ടുള്ള ആ സോൾ റിപ്പറിനെയാണ്. നമ്മുടെ ഒറിഹിമിയാണെങ്കിൽ അങ്ങേരുടെ കയ്യിൽ കിടന്ന് പിടയുന്നുണ്ട്, അങ്ങേരുടെ ദേഹത്ത് കടിക്കുന്നുണ്ട്, എനിക്ക് ഇഷിത എടുത്ത് പോകണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. സോ ഇത് സഹിക്കാൻ വയ്യാത്തത് കൊണ്ട് തന്നെയാണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഒറിഹിമിൻ്റെ അടിച്ചങ്ങ് ബോധം കെടുത്തുകയാണ്. സോ ഈ പിന്നീട് കാണിക്കുന്നത് സമ്പത്തു റിലീസ് ചെയ്തിട്ട് ക്യാപ്റ്റൻ മയൂരി ഇഷിതയുടെ നേരെ പോവുകയാണ്. സമ്പത്തുവിൽ നിന്ന് ചെറുതായിട്ട് പോയിസൺ ഒക്കെ റിലീസ് ആകുന്നുണ്ട്. സോ ഇത് കണ്ട നമ്മുടെ ഇഷിതയാണെങ്കിൽ അവൻ്റെ ടെക്നിക്ക് യൂസ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് യൂസ് ചെയ്യുകയാണ്. മയൂരിയുടെ ലെഫ്റ്റ് ഹാൻഡർ വന്നിട്ട് ഇഷിതയെ അറ്റാക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇഷിതനെ ഇറുക്കി പിടിച്ച് തറയിൽ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ മയൂരി ആണെങ്കിൽ അവൻ്റെ സമ്പത്ത് യൂസ് ചെയ്തിട്ട് അവര് രണ്ടുപേരും അവിടെ വെച്ച് വെട്ടുന്നു. സോ ഇത് കണ്ടിട്ട് നമ്മുടെ ഇഷിതയ്ക്ക് വിശ്വസിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. മയൂരി ആണെങ്കിൽ തൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി തൻ്റെ സബോർഡിനേറ്റ്സിനെ ചുമ്മാ കൊന്നു കളയുകയാണ്. ഓടി വന്നിട്ട് നമ്മുടെ മയൂരി ആണെങ്കിൽ തൻ്റെ ലെഫ്റ്റ് ഹാൻഡറിനെ ചവിട്ടി കൂട്ടുകയാണ്. വളരെയധികം ബ്രൂട്ടലായിട്ട് തന്നെ അറ്റാക്ക് ചെയ്യുകയാണ്. സോ ഇത് കണ്ടുകൊണ്ട് നമ്മുടെ ഇഷിത അവിടെ ഇരിപ്പുണ്ട്. നിനക്ക് ഞാൻ തന്ന ജോലി നീ വൃത്തിക്ക് ചെയ്തിട്ടില്ല, നീ ജീവിക്കണ്ടാത്തവളാ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മയൂരി അവളോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കണ്ടുകൊണ്ട് വളരെയധികം ദേഷ്യം പിടിച്ചിരിക്കുകയാണ് നമ്മുടെ ഇഷിത. ഇതേ സമയത്ത് തന്നെ മയൂരി പറയുന്നു, എൻ്റെ സമ്പത്ത് കുറച്ച് സ്പെഷ്യലാണ്, എൻ്റെ സമ്പത്ത് ഉപയോഗിച്ച് ഞാൻ എവിടെ വെട്ടിയാലും
ആ ഓർഗൻസ് പിന്നെ അത് വർക്ക് ചെയ്യത്തില്ല. അതേ സമയത്തായിരുന്നു നമ്മുടെ ഈശ്വരയ്ക്ക് ഒരു കാര്യം മനസ്സിലാക്കുന്നത്, അവൻ്റെ ലെഫ്റ്റ് ആം ആണെങ്കിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ലെന്നുള്ള ഒരു കാര്യം. പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മയൂരി ആണെങ്കിൽ തൻ്റെ ലെഫ്റ്റ് ഹാൻഡറിനെ പൊക്കി പിടിച്ച് ഭിത്തിയിൽ നിർത്തിയിട്ട് നമ്മുടെ ഇഷിതയോട് പറയുകയാണ്, ഈ ഹ്യൂമൻ ബീങ് ഞാൻ ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്തതാണ്, അതുകൊണ്ട് തന്നെ ഇവളെ ഞാൻ കൊന്നാൽ ആരും എന്നോട് ചോദിക്കാൻ പോകുന്നില്ല. സോ ഇത് കണ്ടിട്ട് ഞെട്ടി നിൽക്കുകയാണ് നമ്മുടെ ഈശിത. ഇതേ സമയത്ത് തന്നെ മയൂരി നമ്മുടെ ഈശിതയുടെ അടുത്തേക്ക് തൻ്റെ സമ്പത്ത് എടുത്തുകൊണ്ട് വരികയാണ്. അവൻ ക്യൂൻസിനെ പരീക്ഷിച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ ഈശിതയോട് പറയുകയാണ്. സോ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ഈശിത നല്ല രീതിയിലൊന്ന് ആലോചിച്ച് നോക്കുകയാണ്. നല്ല രീതിയിൽ തന്നെ നോക്കുന്ന സമയത്ത് ഇവൻ പറയുന്നത് അവൻ്റെ അപ്പൂപ്പനെ കുറിച്ചാണോ എന്നോ ഒന്ന് ആലോചിക്കുന്നു. നോക്കുന്ന സമയത്ത് ഇവൻ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ഈശ്വരയുടെ അപ്പൂപ്പനെ കുറിച്ചായിരുന്നു. സോ ഇതെല്ലാം കേട്ട് വളരെയധികം ദേഷ്യം വന്ന നമ്മുടെ ഈശ്വരയാണെങ്കിൽ അവൻ്റെ ഫുൾ പവറും എടുത്തിട്ട് അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ്. നീ കൊന്നതും നീ ടെസ്റ്റ് ചെയ്തതും എൻ്റെ അപ്പൂപ്പനെയാണ്. നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല, നിന്നെ ഞാൻ കൊല്ലുമെന്ന് നമ്മുടെ ഈശ്വര പറയുന്നു. സോ അവിടെ വെച്ചാണ് ബ്ലീച്ച് എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി TV സീരീസിൻ്റെ സീസൺ 3 രണ്ടാമത്തെ എപ്പിസോഡും അല്ലാത്ത എപ്പിസോഡ് നമ്പർ കൗണ്ട് 43 അവസാനിക്കുന്നത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ അടുത്ത ദിവസം അടുത്തൊരു എപ്പിസോഡ് വരുന്നവരേക്കും ടാറ്റ ബൈ. പിന്നെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു വൺ പീസിൻ്റെ വാനോ ആർക്കിൻ്റെ എക്സ്പ്ലനേഷൻ വേണമെന്ന്. സോ ഞാൻ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കും, ഞാൻ വൺ പീസിൻ്റെ എക്സ്പ്ലനേഷൻ വേണമെന്ന് ചോദിക്കും, നിങ്ങൾ വേണോ വേണ്ടായോ എന്ന് പറഞ്ഞാൽ മതി, അല്ലാതെ ബ്ലീച്ച് മതി വേറൊന്നും വേണ്ട അങ്ങനത്തെ രീതിയിൽ പറയരുത്. നിങ്ങൾ ബ്ലീച്ച് ഞാൻ ഇടാം, നിങ്ങൾ അങ്ങനെ പറയരുത്. ബ്ലീച്ച് മതി വൺ പീസ് വേണം അങ്ങനെ രീതി കമൻറ്റ് ഇടരുത് പ്ലീസ്. സോ അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റ ബൈ.